ഇതിപ്പോൾ ആദ്യമായിട്ട് ഈ ശ്രീധരൻ്റെയും അതുപോലെ മുഖ്യമന്ത്രിയുടെയൊക്കെ പ്രതികരണം വന്നപ്പോൾ നമ്മൾ തന്നെ ഒരു കൺഫ്യൂഷനിലായിരുന്നു. ഇതാരാണ് ഈ പ്രപ്പോസലുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്ന്. ഇപ്പോഴാണ് ഈ ശ്രീധരൻ കേന്ദ്ര ഗവൺമെൻറ് വക്താവായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളതെന്നും കേരളത്തിലെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ഇതിന് സമാന്തരമായി മറ്റൊരു പരിപാടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, RRTC എന്ന് പറഞ്ഞിട്ട്, റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു എലിവേറ്റഡ് ഹൈവേയിലൂടെ പോകുന്നൊരു പാത കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ ശ്രീധരൻ ഇതിൻ്റെ ഒരു അതോറിറ്റിയാണെന്നാണല്ലോ വയ്പ്. സ്വാഭാവികമായും ഡൽഹി മെട്രോ അദ്ദേഹമാണ് കൊണ്ടുവന്നത്, പല സ്റ്റേറ്റുകളിലെയും മെട്രോ അദ്ദേഹമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ശ്രീധരൻ വളരെ അവജ്ഞയോടുകൂടിയാണ് ഈ RRTCയെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. കാരണം പണ്ടേ അദ്ദേഹം പറഞ്ഞതാണ് കേരളത്തിൽ പ്രായോഗികമല്ല, അതുപോലെ RRTCയും പ്രായോഗികമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് പ്രപ്പോസലാണ് ഇപ്പോൾ ഈ ശ്രീധരനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വാദഗതിയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാര്യം ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് 175ഓളം വന്ദേ ഭാരത് ട്രെയിനുകൾ ആരംഭിച്ചു. ആ വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള റൂട്ടെന്ന് പറയുന്നത് തിരുവനന്തപുരം കാസർഗോഡും തിരുവനന്തപുരം മംഗലാപുരവുമാണ്. അപ്പോൾ അത് കണ്ണൂർ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഇതിപ്പോൾ കാസർഗോട്ട് ഒരു തീവണ്ടി വരുന്നുണ്ട്, രണ്ടാമത്തെ തീവണ്ടി മംഗലാപുരം വരെ നീട്ടി, ഈ ആദ്യത്തെ തീവണ്ടിയും മംഗലാപുരം വരെ നീട്ടണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ വന്ദേ ഭാരത് റൂട്ടുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള റൂട്ട് തിരുവനന്തപുരം കാസർഗോഡും തിരുവനന്തപുരം മംഗലാപുരവുമാണ്. അങ്ങോട്ടും വൈസ് വേഴ്സ, തിരിച്ചങ്ങോട്ടും. അപ്പോൾ ഈ ശ്രീധരൻ എന്തടിസ്ഥാനത്തിലാണ് റവന്യൂ ഇല്ലാത്ത ഒരു മേഖലയാണ് കാസർഗോഡെന്ന് പറയാൻ ഇടയായത് എന്നെനിക്കറിയില്ല. കാരണം ഇന്നലെ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങി, മെനഞ്ഞാന്ന് 28-ാം തീയതി തുടങ്ങി, 29 ഇന്നലെ എക്കണോമിക് സർവേ കഴിഞ്ഞു. ഇന്നും നാളെയും പാർലമെൻ്റ് ഇല്ല. ഞായറാഴ്ച ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. മന്ത്രിമാരെല്ലാം കുറേ പേര് ബോംബെക്ക് പോയി ആ വിമാന അപകടവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നിതിൻ ഗഡ്കരിയെ ഞാൻ ആരിക്കാടിയിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് കാണാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ബഡ്ജറ്റ് സെഷന് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. അശ്വിനി വൈഷ്ണവിനെ കാണാൻ ശ്രമിച്ചു, അദ്ദേഹം പറഞ്ഞു ബഡ്ജറ്റ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവും, അപ്പോൾ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിശക്തമായി ഞാൻ ഈ ശ്രീധരനെ കാണുന്നുണ്ട്, കേന്ദ്രമന്ത്രിമാരെ കാണുന്നുണ്ട്. ഒരു കാരണവശാലും ഇത് കേരളത്തിൻ്റെ എൻഡെന്ന് പറയുന്ന കണ്ണൂരല്ല, കാസർഗോഡാണ്. അതുകൊണ്ട് കാസർഗോഡ് വരെ ഈ തീവണ്ടി നീട്ടണം. നീട്ടിക്കഴിഞ്ഞാൽ രാത്രി സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഇവിടെയുണ്ട്, ഫ്യുവലിങ്ങിൻ്റെ സംവിധാനം ഇവിടെയുണ്ട്, വാട്ടറിങ്ങിൻ്റെ സംവിധാനമുണ്ട്. അതുകൊണ്ട് ഇത് കണ്ണൂർ അവസാനിപ്പിക്കുന്നത് ഉത്തര മലബാറിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവജ്ഞയാണ്, അതുപോലെ തന്നെ അവഹേളനമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തമില്ല. ഈ കാസർഗോട്ടേക്ക് ഈ റെയിൽപാത നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി. ആ 2 തവണയും പഠനം നടത്തിയതിൽ അത് നഷ്ടം എന്ന് മാത്രമല്ല, അത് പ്രായോഗികമായും അത് ഫലപ്രദമല്ല എന്നാണ് ആ പഠനത്തിൽ കണ്ടെത്തിയെന്നാണ് ഈ ശ്രീധരൻ ഇന്ന് വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രീധരനോട് എനിക്കൊരു ചോദ്യമുണ്ട്. കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടി പാതയുടെ സർവേ നടന്നു. ആ സർവേ ഫീസിബിളാണെന്ന് കണ്ടെത്തിയല്ലോ. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഇന്ത്യൻ റെയിൽവേയും കേരള ഗവൺമെൻറ്റും ഈക്വൽ ഷെയർ എന്ന് പറയുമ്പോൾ 50-50, അതിൽ 50 കേരള ഗവൺമെൻറ്റും കർണാടക ഗവൺമെൻറ്റും മീറ്റ് ചെയ്യുക, 50 റെയിൽവേ മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ പോസിബിളാണെന്നല്ല പറഞ്ഞത്, സർവേ നടത്തിയിട്ട് ഫീസിബിളാണെന്ന് പറഞ്ഞാണ്. ആ ഫീസിബിളായി കണ്ടെത്തിയ കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടി പാതയും ഇഴച്ചഴച്ച് മുന്നോട്ട് കൊണ്ടുവന്ന്. അതുകൊണ്ട് ആ സർവേയിലൊന്നും ഒരു കാര്യമില്ല. കാരണം സർവേ നടത്തിയ കാലം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. കാസർഗോട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു റൂട്ടാണ് മംഗലാപുരം. ഇവിടെ വേണ്ടത്ര ആശുപത്രികളില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, അതുപോലെ കച്ചവട സ്ഥാപനങ്ങളില്ല. എന്തിനും ഏതിനും കാസർഗോട്ടുകാർ പോകേണ്ട ഒരു മേഖലയാണ് മംഗലാപുരം. തീവണ്ടികളിലൊക്കെ തിക്കും തിരക്കുമാണ്. നിങ്ങൾ കണ്ടു നോക്ക്, കണ്ണൂർ തൊട്ട് മംഗലാപുരം വരെയുള്ള തീവണ്ടികളിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ഈ തിക്കും തിരക്കുമാണ്. അപ്പോൾ പിന്നെ മംഗലാപുരമോ കാസർഗോട്ടോ ഈ തീവണ്ടി നീട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇതിന് റവന്യൂ ഇൻകത്തിന് കുഴപ്പമുണ്ടാകുന്നത്? പിന്നെ ഇതിൻ്റെ അലൈൻമെൻറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ്, DPR തയ്യാറാക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി നമ്മൾ ഈ ശ്രീധരനെ കണ്ട് നമ്മൾ ബോധ്യപ്പെടുത്തും, കേന്ദ്ര ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തും. പിന്നെ നമ്മളെ ഒരു MP എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്.
ഇനി അത് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കേരള സർക്കാരിലുള്ള പദ്ധതി കാസർഗോട്ടെ വരെയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കേണ്ടി വരുമല്ലോ. അത് ഇപ്പോൾ ഇത് രണ്ടിപ്പോൾ RRTC ആയാലും പിന്നെ ഈ പുതിയ വരുന്ന റെയിൽവേ അതിവേഗ റെയിൽവേ ആണ്. ഇത് രണ്ടും കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ കൊടുക്കണം. ഒന്ന് റെയിൽവേ ആണ്, RRTC റെയിൽവേയുടെ കീഴിലല്ല, വേറൊരു മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. അത് റെയിൽവേ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഈ RRTC തീവണ്ടി ഓടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ തീവണ്ടിയും റെയിൽവേ മന്ത്രാലയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ RRTC എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് മിനിസ്ട്രിയിലാണ്. എന്തായാലും ഏത് മിനിസ്ട്രി ആയാലും കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ ഇല്ലാതെ ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല. ഒന്ന് റെയിൽവേ മന്ത്രാലയം, പിന്നൊന്ന് മറ്റൊരു മന്ത്രാലയമാണ്. ആ രണ്ട് മന്ത്രാലയം അനുവദിക്കാതെ ഒരിക്കലും പോവില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനാണ് ഈ ശ്രീധരൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു റെയിലും തട്ടിപ്പാണ്, ഇതും ഒരു കാരണവശാലും ഫീസിബിൾ അല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരിക്കൽ കൂടി ഒരു ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറാവില്ല. RRTC അവർ പ്രഥമ ദൃഷ്ട്യാ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഇതൊക്കെ ഒരു എലക്ഷൻ ഗിമ്മിക്കായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചൊരു ഗവൺമെൻറ് ഇനി കേവലം 80 ദിവസം മാത്രം ആയുസ്സുള്ളൊരു ഗവൺമെൻറ് ഇത്ര 1000 കോടി രൂപ 36,000 കോടി രൂപയാണ് പറയുന്നത്. ഈ പണം എവിടുന്ന് കണ്ടെത്തി എങ്ങനെയാണ് ഇത് പ്രാവർത്തിയാക്കുന്നത്? ഇപ്പോൾ 100 കോടി രൂപയാണ് ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ പണമാണ് റെയിലിന് വേണ്ടി ചിലവാക്കിയത്. ആ റെയിലിൻ്റെ കുറ്റി പറിച്ചു കളഞ്ഞിരുന്നെങ്കിൽ ആളുകൾക്ക് അവിടെ ഭൂമി വിൽക്കാനോ ക്രയവിക്രയം നടത്താനോ കഴിയുമായിരുന്നു. അതെങ്കിലും ഈ ഗവൺമെൻറ് ഈ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് വയ്ക്കാനുള്ളത്. എന്തായാലും അതിവേഗ പാത കാസർഗോഡ് വരെ നീട്ടിയില്ലെങ്കിൽ വലിയ തീർച്ചയായിട്ടും വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാകും. കാരണം കേരളത്തിൻ്റെ എൻ്റെ കണ്ണൂരല്ല, കാസർഗോഡാണ്. ആ യാഥാർത്ഥ്യം ഇനിയെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കണം. കേരളത്തിൻ്റെ എൻ്റെ കണ്ണൂരാന്ന് പറഞ്ഞ് സകല തീവണ്ടികളും കണ്ണൂർ മാത്രമാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല.